കൈപ്പേറിടും ജീവിതമേടുകളിൽ ഏകനായി തീർന്നിടും നാളുകളിൽ കൈപ്പേറിടും ജീവിതമേടുകളിൽ ഏകനായി തീർന്നിടും നാളുകളിൽ മാറായ മധുരമാക്കി തീർത്തിടുവാൻ സാന്നിധ്യമേകിടുന്ന ദൈവമുണ്ട്. മാറായ മധുരമാക്കി തീർത്തിടുവാൻ സാന്നിധ്യമേകിടുന്ന ദൈവമുണ്ട്. സാന്നിധ്യമേകിടുന്ന ദൈവമുണ്ട്. മാധുര്യമേ ദൈവസ്നേഹം, മാറാത്തതാം നിത്യസ്നേഹം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഹൃദയത്തോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത ചില വചനങ്ങൾ, ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ തിരുവചന ഭാഗമാണ്. വായിച്ചാട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എന്നിട്ട് ദൈവാത്മാവ് പറയുകയാണ്, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുമ്പോൾ ചില വാക്കുകൾ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല വിശ്വാസം. എന്നാൽ അല്പമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ചില യാഥാർത്ഥ്യങ്ങൾ വരച്ചു കാട്ടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 11:6 പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. സ്തോത്രം. 10:36 പറയുന്നു, അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? സഹിഷ്ണുത വേണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ 38-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ സ്തോത്രം. ആമേൻ. ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് വായിക്കണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്താണ് നമ്മുടെ ആശ? നിത്യമായ ആശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തണം, കർത്താവിനോടൊത്ത് ആയിരിക്കണം. ഈ ഭൂമിയിലെ ആശ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, നമ്മെ നിത്യതയോളം കർത്താവ് എത്തിക്കണം. കർത്താവ് വിശ്വസന നമ്മൾ കൂടെ നടന്നാൽ മതി, നമ്മൾ ഇട്ടേച്ച് പോകാതിരുന്നാൽ മതി. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പൈതലിനെ നമ്മളെടുത്ത് മടിയിൽ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ
അത് ഇരുന്ന് തന്നാൽ നമ്മുടെ സ്നേഹം അതിൻ്റെ മേലെ എന്ത് ചെയ്യും? പകരും. അത് പല നിലകളിലായിരിക്കും പകരുക. ചിലപ്പോൾ കൈകൊണ്ട് തലയിടാം, ഉമ്മ വെക്കാം, ചേർത്ത് പിടിക്കാം. പല നിലകളിൽ ആ സ്നേഹത്തിൻ്റെ വാത്സല്യം നമ്മൾ എന്ത് ചെയ്യും? ആ പൈതലിൽ പകരും, പ്രകടമാക്കും. എന്നാൽ അതിലെ അടുത്തേക്ക് വിളിക്കുമ്പോൾ കുതറി ഓടിയാലോ? ഇനി മടിയിൽ എടുത്തു വെച്ചപ്പോൾ പുഴു ഞുളയ്ക്കുന്ന പോലെ ഞുളച്ചാൽ ഇറങ്ങി പൊക്കോളം പറഞ്ഞ് എന്ത് ചെയ്യും? നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? സ്നേഹം നമുക്കുണ്ട്, പക്ഷേ ആ കുഞ്ഞിൽ അത് പകരാൻ അവൻ എന്ത് ചെയ്യുന്നില്ല? അതിന് കീഴ്പ്പെടുന്നില്ല. എന്നതുപോലെ ദൈവം നമ്മെ സ്നേഹിപ്പാനും ദൈവം നമ്മെ സഹായിപ്പാനും നിത്യതയോളം എത്തിക്കുവാനും അവൻ മതിയായവനെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? മുഷ്ക്. ഒന്ന്, ദൈവത്തോട് അടുത്ത് വരരുത്. അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിനറിയാം, അല്ല പിതാവിനറിയാം. അപ്പം അത് തടസ്സം ഏതെല്ലാം നിലയിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യും. ഇനി ഏതെങ്കിലും നിലയിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട നിലയിൽ എന്ത് ചെയ്യരുത്? ഒന്ന് സ്വസ്ഥമായി കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ, അതിനെ അതിജീവിപ്പാൻ കഴിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഊരിയെടുത്ത് പിന്നെ ക്രൂശിക്കുന്ന പരിപാടി നടത്തരുത്. ആ ക്രൂശി കിടക്കണം. ഒന്നും കാണിക്കാൻ പറ്റില്ല, എന്തും കാണിക്കാനും പറ്റില്ല. കാരണം അണങ്ങി കഴിയുമ്പോൾ അയ്യോ. കാരണം ക്രൂശി കിടക്കുമ്പോൾ ഈ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ആ ആണി ഇറങ്ങിയിരിക്കുന്ന ആണി ഒന്ന് അനങ്ങിക്കഴിയുമ്പം ഉണ്ടാകുന്ന വേദന ചെറുതല്ല. അപ്പൊ ക്രൂശി തറച്ചിട്ടുണ്ടെങ്കിൽ കുരുത്തക്കേട് കാണിച്ചാൽ എന്ത് ചെയ്യും? വേദന എടുക്കും. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. കൂടാരം എന്ന് പറയുമ്പോൾ രണ്ട് നിലയിലാണ്. ഒന്ന് ഈ ശരീരമാകുന്ന കൂടാരം, ഒന്ന് നമ്മൾ പാർക്കുന്ന ഭവനം. ഒരു ബാധയും എവിടെ അടുക്കില്ല. പക്ഷെ വ്യവസ്ഥയുണ്ട് അവിടെ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. എവിടെ? വാ തുറന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ബില്ല് ചെയ്താൽ മതി, ഞാൻ ബില്ല് ചെയ്യുന്നില്ല. എന്നിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് എന്തില്ല? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിന്റെ കൂടാരത്തിലുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? നിന്റെ ആദരത്തിൽ നിന്ന് വരുന്നുണ്ടോ? നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ കരുതുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. മറ്റുള്ളവർ എന്തും പറയട്ടെ, നിനക്കാരെ സ്തുതിക്കാം? ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ മറ്റുള്ളവർ എന്തും നിരൂപിക്കട്ടെ, സ്തോത്രം. നിനക്കെന്ത് ചെയ്യാം? ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. തിരുവചനം പറയുന്നത് യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. അടുത്തും കൂടെ അപ്പോൾ ദൈവവചനം പറയുന്ന വാക്ക് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് ഈ തിരുവചന ഭാഗം സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ.
അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്കത് മറച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടിയിരിക്കുന്നു, രാജകോലാഹലം അവന്റെ മധ്യമുണ്ട്. ഇനി അതിനോട് ചേർത്ത് തന്നെ 9-ാം വാക്യം വായിച്ചേ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഇനി 23-ാം വാക്യം വായിച്ചേ. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. അപ്പോൾ ദൈവ വചനവുമായി ചേർന്ന് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് കൃത്യമായി പറയുന്ന വാക്കുകൾ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. 20-ാം വാക്യത്തിൽ പറയുന്നു, അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. 21-ൽ പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. എന്തുകൊണ്ടാണ്? അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു, രാജ കോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. അപ്പോൾ അപ്രകാരം യാത്ര ചെയ്യുന്ന ദൈവ പൈതലിന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. സ്തോത്രം. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിപ്പാൻ നിനക്ക് വേണ്ടി നിലകൊള്ളുകയാ. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുകയാ. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. സ്തോത്രം. വേർപാട് നമ്മൾ അനുഷ്ഠിച്ചാൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം തകർന്നു പോകാതെ നമ്മെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. അതിനെ അതിജീവിപ്പാൻ നമുക്ക് കഴിയും. വായിച്ച വചനഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവമക്കളെ, നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ തിരുവചനത്തിൻ്റെ ആ പ്രാധാന്യത നമ്മൾ വിട്ടുകളയരുത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കലേക്ക് സ്നേഹത്തോടുകൂടെ അടുത്തു വരുന്ന വചനമാണ്. അത് നമ്മുടെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനം പോലെ 3 സംവത്സരമായി ഞാൻ ഈ വൃക്ഷത്തിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. എവിടെയാ നട്ടിരിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ട തോട്ടത്തിലാ. ഫലം തിരഞ്ഞു വരുമ്പോ എന്തില്ല? ഫലമില്ല. ഉടമസ്ഥൻ പറഞ്ഞു, വെട്ടിക്കള. അത് നിലത്തെ നിഷ്ഫലമാക്കിയിട്ട് ഒരു പ്രയോജനമില്ല, വെട്ടിക്കളയാൻ പറഞ്ഞു. ഉടനെ ആ തോട്ടക്കാരൻ, ഉടമസ്ഥൻ വന്നിട്ട്, യജമാനൻ വന്നിട്ട് പറഞ്ഞു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. അവിടെ ആ തോട്ടക്കാരൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ചുറ്റും എന്ത് ചെയ്യാം? കിളച്ച് വളമിടാം. ചുറ്റും കിളക്കുക. ചുറ്റും കിളച്ച് കഴിയുമ്പം ശരിക്കും ഉയർന്നു നിൽക്കുന്ന എല്ലാ വേരുകളും എന്ത് ചെയ്യും? മുറിയപ്പെടും. എന്നിട്ട് അതിൽ വളം കൂടി ഇടുമ്പോ എന്ത് ചെയ്യും? അയ്യം വിളിച്ചു കാണും. ആ വൃക്ഷത്തിന് ജീവൻ ഉണ്ടെങ്കിൽ, അയ്യോ എന്നെ മുറിക്കരുതേ, വളം ഇടരുതേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിലവിളിച്ചു കാണും. ഇപ്പം കയ്യിലൊരു മുറിവുണ്ട്, അതിങ്ങനെ പഴുത്തിരിക്കുക, നല്ല ചോര കളറിൽ പഴുത്തിരിക്കുകയാണെന്നിരിക്കട്ടെ, പതുക്കെ ഒന്ന് തടവിയാൽ എത്ര സുഖമായിരിക്കും അറിയാമോ? തടവ് എല്ലാവർക്കും സുഖമാണ്. എന്നാൽ അതിൻ്റെ മുഖം കാണുന്നിടത്ത് ഒരു കുത്തും ഒരു ഞെക്കും കൊടുത്താ, ഒരു കുത്തും ഒരു ഞെക്കും,
പ്ലെന്നും പറഞ്ഞ എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പും ചോരയും എല്ലാം കൂടെ എന്ത് ചെയ്യും? ആ മുഖത്തൊരു മുഖക്കണ്ണ് കാണും. അതാദ്യം കിണിന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അതൊരു ചെറിയൊരു മുഴ പോലെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് കിളുകിളാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അയ്യ, ആ പഴുപ്പ് പോയി കഴിഞ്ഞ് ചോര വന്നു കഴിയുമ്പോൾ പിന്നെ ഒന്ന് തടവിയാൽ ആ വിങ്ങലങ്ങ് മാറി എത്ര ആശ്വാസമായിരിക്കും. സ്തോത്രം. അപ്പം ഏതൊരു കാര്യവും അകത്ത് കിടക്കുന്നതിന് പുറത്ത് കളയാതെ എന്ത് ചെയ്യില്ല? നേരെയാകില്ല. അകത്ത് കിടക്കുന്ന ഒരു പാട്ട് ഇങ്ങനെയുണ്ടല്ലോ, മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറണം. മലിനത മാറാതെ ദൈവമായിട്ട് ചേർന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടും കൂടെ ചേരില്ലെന്ന്, അതാ പ്രശ്നം. അപ്പോൾ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ മറക്കരുത്. എബ്രായർ 11:1-2, എബ്രായർ 11:6, എബ്രായർ 10:36, എബ്രായർ 10:38. ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിയണം. വചനം പറയുകയാണ്, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവവചനവുമായി യാത്ര ചെയ്യുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ വിശ്വാസം എന്ന ആ വാക്കുകളുടെ പുറകിൽ ചില പ്രവർത്തികളുണ്ട്. അത് വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു വ്യക്തിത്വമാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവന്നേ. ആദ്യം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 4:16. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. അബ്രഹാമിന്റെ വിശ്വാസം, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, അബ്രഹാം ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചവനല്ല, അത്യാവശ്യ സമ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബ്രഹാം. വിഗ്രഹത്തെ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? അബ്രഹാം. പക്ഷേ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം പ്രത്യക്ഷനായത് അപ്പോസ്തല പ്രവൃത്തി സ്തേഫാനോസ് പറയുന്നുണ്ട് 7-ാം അധ്യായത്തിൽ. തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ഇതുവരെ ഉണ്ടാക്കിയതായ ഈ കുട്ടി ദൈവങ്ങൾ ആരും എന്ത് ചെയ്തിട്ടില്ല, പ്രകാശം കാണിച്ചു തന്നിട്ടില്ല. ഇത് മിണ്ടുന്നുമില്ല. ഇത് വിറ്റ് കാശ് മേടിച്ചിട്ട് അവൻ ചാപ്പാടടിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ തേജോമയനായ ദൈവം അവന്റെ അടുക്കലേക്ക് പ്രത്യക്ഷനായി. ആമേൻ. നാം സേവിക്കുന്ന ദൈവം എവിടെയെങ്കിലും ഒരുത്തരം ഉണ്ടാക്കി വെച്ച് അവിടെ ഇരിക്കുന്ന ദൈവമല്ല, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ. സ്തേഫാനോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ തേജോമയനായ ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവമായിട്ടാണ് കുഞ്ഞെ എനിക്കും നിനക്കും കാര്യമുള്ളത്. ആ ദൈവത്തെ കണ്ടതായ അബ്രഹാം വിടേണ്ടതെല്ലാം വിട്ട് യാത്ര ചെയ്തു. ആമേൻ. പറഞ്ഞത് അനുസരിപ്പാൻ അവൻ തയ്യാറായി. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായെന്ന്. സ്നാനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇത് ദൈവത്തിന്റെ ആലോചനയാണെന്ന. അതിനെ ഞാൻ ഇപ്പൊ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കൊണ്ട് നടക്കുന്നേ.
നാളെ നാളെ, നീളെ നീളെ, പിന്നെ 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 പിന്നെ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആലോചന കേട്ടതായ അബ്രഹാം തന്നോട് പറഞ്ഞതുപോലെ അവൻ പുറപ്പെട്ടു. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരുന്നെങ്കിൽ പോകുമായിരുന്നോ? നീ തന്നെ ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. എങ്ങനെ? കാണിപ്പാനിരിക്കുന്ന ദേശം. വേദപുസ്തകം പറയുന്നത് അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഇത് ചെയ്തു, വട്ടൻ. നമ്മളായിരുന്നേ പോകുമോ? സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. അവിടെയാണ് ലോകർക്ക് ഇത് പൊട്ടത്തരമാണെന്ന് തോന്നുന്നത്. വളരെ ലളിതമായ വ്യവസ്ഥ മാത്രമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുമ്പോൾ ആ ഹല്ലേലൂയ അവൻ മരിച്ചതായ പാപത്തിനകത്ത് എന്റെയും കൂടെ പാപത്തിന് പരിഹാരം അവൻ വരുത്തിയെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഇന്ന് വരെ ഹല്ലേലൂയ എന്നാണ് നീ ഏറ്റുപറയുന്നത് അന്ന് വരെ നിന്റെ ജീവിതത്തിൽ വന്നതായ സകല പാപത്തെയും കഴുകി വെടിപ്പാക്കുന്ന ഒരു പ്രക്രിയ കാൽവരി ക്രൂശിലെ മരണത്താൽ യേശു കർത്താവ് ചെയ്തു തീർത്തു. ആ പ്രവർത്തിക്ക് നീയും കൂടെ പങ്കാളിയായി തീരുകയാ. അതുകൊണ്ടാണ് അവന്റെ മരണത്തോട് അടക്കത്തോട് ഉയർപ്പിനോട് അനുരൂപപ്പെട്ടിട്ട് ആമേൻ ഹല്ലേലൂയ അന്ന് വരെയുള്ള എന്ന് ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിക്കുന്നുവോ അന്ന് വരെയുള്ള സകല പാപത്തിനും കാൽവരി ക്രൂശിലെ രക്തത്താൽ പരിഹാരം സംഭവിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ദൈവിക വ്യവസ്ഥ. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു, പ്രാണവായു നമ്മൾ ശ്വസിക്കുന്നു, ഇത് നമ്മൾ അറിയുന്നുണ്ടോ? വില നൽകാതെയാണ് ഈ പ്രാണവായു നമ്മൾ ശ്വസിക്കുന്നത്. എന്നാൽ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ, ഓക്സിജൻ ഒരു ദിവസം വേണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? 1000 കൊടുക്കണം. 1000. എന്താ വില എന്ന് എനിക്കറിയില്ല. അപ്പം എന്നതുപോലെ തന്നെ സൗജന്യമായാണ് രക്ഷ ദൈവം വെച്ചിരിക്കുന്നത്. കാരണം ഇത്ര ലളിതമായതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. വില കൊടുത്താൽ രക്ഷ കിട്ടുമെന്ന് പറയുകയായിരുന്നെങ്കിൽ വില കൊടുത്ത് വാങ്ങാൻ ആളുകൾ ക്യൂ കാണും. ഒരു 10 കോടി രൂപ കൊടുത്ത് സൗജന്യമായിട്ട് 10 കോടി രൂപ കൊടുത്ത് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പറ്റുമോ? ബിജുവിന് മേടിക്കാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഏത് സാധുവിനും എന്ത് ചെയ്യാം? സൗജന്യമായി രക്ഷ കരസ്ഥമാക്കാം. കരസ്ഥമാക്കിയാൽ അതിന് ശേഷം എന്ത് ചെയ്യണം? വില കൊടുക്കണം. ഇഷ്ടങ്ങൾ പലതും ത്യജിക്കണം, വേണ്ടെന്ന് വെക്കണം. സൗജന്യമാണ് രക്ഷ. പക്ഷെ രക്ഷ ലഭ്യമായാൽ രക്ഷിക്കപ്പെട്ടവൻ എന്തു ചെയ്യണം? പിന്നെ കർത്താവിൻ്റെ കൂടെ പോകണമെങ്കിൽ
പലതും ത്യജിക്കണം. അവിടെയാണ് പ്രശ്നം. സൗജന്യമായി ലഭിക്കുന്ന രക്ഷ നിത്യതയുടെ തീരം എത്തുവാൻ വിടേണ്ടത് വിട്ടേ മതിയാകൂ. ഉണക്കമീൻ കളയണം, ആ ഫാക്ടറി പൂട്ടണം, സ്വോത്രം. പിന്നെ ആ ഫാക്ടറി എന്ത് ചെയ്യരുത്, തുറക്കരുത്. തീ വയ്ക്കുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെച്ച് കളയും. സീല് വെക്കണം. സീല് വെക്കുകയല്ല, കത്തിച്ച് കളയാ നല്ലത്. കത്തിച്ച് കളയാ നല്ലത്. സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും, തുറക്കും. കത്തിച്ച് കളയണം. ക്രൂശി അങ്ങനത്തെ കൊണ്ടുപോയി തറയ്ക്കണം. പിന്നെ അത് ഊരിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്കുകൾ 17-ാം വാക്യത്തിൽ പറയുന്നു. അവൻ എന്താണ് വിശ്വസിച്ചത്? മരിച്ചവനെ ജീവിപ്പിക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ്. താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവിധിലെ ഇതല്പമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇയ്യോബ്. ഇയ്യോബ് അബ്രഹാമിൻ്റെ സമകാലികനാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇയ്യോബ് 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ വാക്കുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്ന വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോഴും. എങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നതെന്ന് ഓർക്കണേ. അവൻ്റെ ശരീരം മുഴുവൻ വിടം വന്ന് നിറഞ്ഞ പഴുത്ത് വളരെ അസഹനീയമായ അവസ്ഥയിൽ അവനായിരിക്കുകയാണ്. അവൻ്റെ ഹല്ലേലൂയ മക്കളെല്ലാവരും ഈ ലോകം വിട്ടുപോയി. സ്തോത്രം. എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. അവനെ കാണുന്നവർ കളിയാക്കുന്ന നിലവാരത്തിൽ അവനെ അസ്ഥിക്കോലമായി. എന്നിട്ടും അവൻ പറയുകയാണ്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുകയാണ്. സ്തോത്രം. എന്താണ് അവൻ ഇത്ര ഉറപ്പോടുകൂടെ പറയുന്നത്? 13:15 പറയുന്നു, ഹല്ലേലൂയ, വളരെ കൃത്യതയോടുകൂടെ ആധികാരികതയോടുകൂടെ അവൻ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപിൽ തെളിയിക്കും. അവൻ്റെ ചങ്കൂറ്റം നോക്കിയേ. പറയാൻ പറ്റുമോ? ഒരു ചെറിയ പ്രയാസം വന്നാൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കർത്താവിന് വേണ്ടി ചെയ്തിട്ട് എനിക്കിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നവരാണ് നമ്മൾ പലപ്പോഴും. ഇയ്യോബ് പറയുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അവൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിള്ളേർ അവനെന്ത് ചെയ്യും? കൂകി വിളിക്കും. ആ കോലത്തിലായി. കണ്ടു കഴിഞ്ഞാൽ അവനെ തിരിച്ചറിയാത്ത രൂപത്തിലായി. ആ സമയത്ത് അവൻ പറയുകയാണ്, അവൻ എന്നെ കൊല്ലട്ടെ, ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുൻപിൽ തെളിയിക്കും. ഇതിന് എന്താ പറയുക? അഹങ്കാരം എന്ന് പറയുമോ, ചങ്കൂറ്റം എന്ന് പറയുമോ, എന്താ പറയുക? ആത്മവിശ്വാസമാണെന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പറയും ഭയങ്കര ചങ്കൂറ്റ. ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ല. അഹങ്കാരം കണ്ടില്ലേ? ഇതായിരിക്കും ലോകർ പറയുന്നത്. എന്നാൽ അവൻ പറയുന്ന വാക്കുകൾ, സ്തോത്രം, 19-25, 26, 27 വാക്യങ്ങളിൽ, ആമേൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ത്വക്ക്, അതൊരു ചലഞ്ചാണ്. പൈശാചികനോട് പറയുകയാണ്, പിശാചേ, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിക്കട്ടെ,
ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അടുത്തതും ചലഞ്ചാ. ഹല്ലേലൂയ. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. എപ്പോഴാ പറയുന്നേ? പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുമ്പോൾ, ആശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇനി നീ ഗതി പിടിക്കില്ലെന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇയ്യോബ് പറയുകയാ, ഇനി എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട്. അവൻ എന്നെ കൊല്ലട്ടെ, ഞാൻ അവനായി കാത്തിരിക്കും. എന്റെ നടപ്പ് അവന്റെ മുൻപിൽ തെളിയിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഇയ്യോബേ, നിനക്ക് എന്നാടാ ഇത്ര ഉറപ്പ്? അവൻ പറയോ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുകയാ. എന്റെ തൊട്ടിങ്ങനെ നശിക്കട്ടെ. ഹല്ലേലൂയ. ദേഹസഹിതനായി ഞാൻ അവനെ കാണും. വാസ്തവത്തിൽ ഇതൊരു ചങ്കൂറ്റമാണ്. ദൈവമക്കളുടെ ഒരു അഭിമാനമാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവത്തിലുള്ള ആശ്രയം വൃഥാവല്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ലോകരുടെ മുൻപിൽ തണ്ടും തടിയും കാണിക്കുന്ന ആളുകളുണ്ട്. ഞാനിനെ പോലെ ആയിരിക്കും ഇരിക്കുന്നേ. സ്തോത്രം. വെട്ടോത്തി കൈ പിടിച്ച് നിൽക്കുന്നതിന്റെ മുന്നിൽ നിന്നിട്ട് പറയും, ഇങ്ങോട്ട് വാടാ. ഞാനിനെ പോലെ ആയിരിക്കും ഉള്ളത്. മറ്റേ തടിമാടൻ വെട്ടോത്തി കൈ പിടിച്ച് നിൽക്കുക, ഇപ്പൊ തന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഞാനിന് പറയാണ്, ഇങ്ങോട്ട് വാടാ. അപ്പം വെട്ടോത്തി കൈ പിടിച്ച് നിൽക്കുന്നവൻ ഒന്ന് പകച്ചിട്ട് അവിടെ നിൽക്കുക. തടിമാടനാണ്, പക്ഷെ വെട്ടോത്തി കയ്യിലുണ്ട്, പക്ഷെ അവന്റെ അടുത്തേക്ക് പോകാൻ എന്തില്ല, ചങ്കൂറ്റമില്ല. ഞാനിന് പറയുകയാണ്, ഇങ്ങോട്ട് വാടാ. ഇതുപോലെ ഹല്ലേലൂയ ഇയ്യോബ് പറയുകയാണ്, എന്റെ തൊക്കിങ്ങനെ നശിക്കട്ടെ, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. പിശാചേ, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ വചനത്തോട് ചേർന്ന് നിന്ന് വചനം പറയുവാൻ കഴിയോ? എന്റെ ജീവിതത്തിന്, എന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശത്രു എന്ത് തന്നെ ചെയ്താലോ അതിനൊരവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുവാൻ കഴിവുള്ള ഒരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാ. ആ ഉടമസ്ഥൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ അത് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുകയാ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് എഴുന്നേൽക്കട്ടെ. അതിനൊരവസരം നീ തുറന്നു കൊടുക്ക. നിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നിന്നിലൊന്ന് എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടട്ടെ. അന്ധകാര ശക്തി തകരുക തന്നെ ചെയ്യും. ആമേൻ. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വചനത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാ. പരിശുദ്ധ ദൈവമേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. അബ്രഹാമിലുള്ള വിശ്വാസത്തിന് ഞങ്ങളെ ഉടമയാക്കണം. ഈ നാളുകളിൽ ദൈവപ്രവൃത്തി ഞങ്ങളെ വെളിപ്പെടുത്തണം. ശത്രു തകർത്തുകളയുമെന്ന് വാദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ വേണ്ടതായ ദൈവകൃപ നാദാജകളുടെ മേൽ ചൊരിയണം. ഈ ബലത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കും. കൃപ കൊണ്ട് പൊതിയും. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കും. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ കൃപ നൽകും. മഹത്വം കർത്താവിന് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാലേ യഹോവയേ മനസാലി ഉഠയ മഘോനദ പരനെ വന്ദനം നിനക്കാമേൻ. മനസാലി ഉഠയ മഘോനദ പരനെ വന്ദനം നിനക്കാമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പ് കാവൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുഖത്തകരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ മടങ്ങിപ്പോകാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.